അതില്ലാതെ നേതൃത്വത്തിൽ എത്തുന്നവർ നിലനിൽപ്പിനായിട്ട് അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ താങ്കളുടെ പേരിൽ ഇനി ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമോ? അതായത് ഒരു VD സതീശൻ ഗ്രൂപ്പ്, മറുവശത്ത് എയും ഐയും ഒരുമിച്ച്. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു, എൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പോ എൻ്റെ സ്പോൺസർഷിപ്പോട് കൂടിയോ എൻ്റെ അറിവോട് കൂടിയോ ഒരു ഗ്രൂപ്പും കോൺഗ്രസിൽ കേരളത്തിൽ ഉണ്ടാവില്ല. ഒരു ഗ്രൂപ്പും കോൺഗ്രസിൽ ഉണ്ടാവില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ ഞാൻ ഗ്രൂപ്പുകളൊന്നും ഇല്ലാതാക്കാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല. ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകട്ടെ, എല്ലാവരുടെയും കാലത്ത് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഗ്രൂപ്പുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമാണോ, അമ്പല കമ്മിറ്റിയിൽ, പള്ളി കമ്മിറ്റിയിൽ, എല്ലാ മലയാളികളും കൂടുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ ഗ്രൂപ്പുണ്ട്. സാറേ, VD സതീശൻ സാറേ, എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുകയാ, അങ്ങൊരു പരാജയമായിരുന്നു. അങ്ങ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഒരു വലിയ പരാജയമായിരുന്നു, ഒരു ഭൂലോക തോൽവിയായിരുന്നു. അത് UDFന്റെ ചെയർമാന് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു വലിയ പരാജയമായിരുന്നു, ഒരു വലിയ തോൽവിയായിരുന്നു. നിങ്ങൾക്ക് കേരളത്തെ നയിക്കുവാൻ താങ്കൾക്ക് അതിന് പ്രാപ്തിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. താങ്കൾ ഒരു നല്ല വ്യക്തിയാ, താങ്കൾ നല്ല ഒരു പാർട്ടി പ്രവർത്തകനാ. പക്ഷേ താങ്കൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഒരു തോൽവിയായിരുന്നു എന്നുള്ളത് ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിൽ അടിവരയിടുകയാണ്. താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് ഈ പാർട്ടിയെ, വീണ് കിടക്കുന്ന പാർട്ടിയെ, ചളിയിൽ പുരണ്ട് ഉരുണ്ട് മറിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരുന്ന പാർട്ടിയെ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായ വ്യക്തി കുളം തോണ്ടിയ, നശിപ്പിച്ച് നാറാണക്കല്ലടുപ്പിച്ച പാർട്ടിയെ താങ്കൾ ഉയർത്തുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് താങ്കളുടെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു വേണ്ടത്. താങ്കളെ പിന്തുണക്കുന്ന ആയിരങ്ങളെ ആ ഗ്രൂപ്പിൽ അണിനിരത്തുകയായിരുന്നു വേണ്ടത്. അത് ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ ഒരു പരാജയമാണ്, ഭൂലോക തോൽവിയാണ്. നിങ്ങൾ ഈ പാർട്ടിയെ കൈപിടിച്ചുയർത്താനായിരുന്നില്ല ശ്രമിക്കേണ്ടിയിരുന്നത്, മറിച്ച് താങ്കൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ്, VD സതീശന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമായിരുന്നു. അതിന് കഴിയാത്ത നിങ്ങൾ, അത് വേണ്ടെന്ന് വെച്ച നിങ്ങളുടെ തീരുമാനം തെറ്റായിരുന്നു. നിങ്ങളുടെ തീരുമാനം ഭൂലോക തോൽവിയായിരുന്നു എന്ന് ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കപ്പെടുകയാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ മനുഷ്യൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കാതെ, ആ മനുഷ്യൻ തനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന, തനിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ആളുകളെ സൃഷ്ടിക്കുന്നതിന് പകരം പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ അയാൾ പണിയെടുത്തു. അതായിരുന്നു ഏറ്റവും വലിയ തോൽവി. മനസ്സിലായില്ലേ? അയാള് തോൽവിയായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവാണ് UDFന്റെ ചെയർമാൻ. ഈ പറയുന്ന പാർട്ടിയെയും UDFനെയും മുന്നണിയെയും സഭയിലും സഭക്ക് പുറത്തും അകത്തും പുറത്തും എല്ലാം നയിച്ച വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ തോൽവിയാ. കാരണം ആ മനുഷ്യന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൊരു 10 പേരെ ചേർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ മനുഷ്യൻ തോൽവിയാ. എവിടെ എന്നറിയോ? ഈ പാർട്ടിയിൽ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലല്ല, ഈ പാർട്ടിയിൽ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ആ മനുഷ്യൻ തോൽവിയാ. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലല്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനവും ഇന്ന് സതീശനെ കണ്ട്, സതീശന്റെ നിലപാടുകൾ കണ്ട്, സതീശന്റെ കാഴ്ചപ്പാടുകൾ കണ്ട് വോട്ട് ചെയ്തവരാ. പക്ഷേ അത് തിരിച്ചറിയാൻ ഈ പാർട്ടിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, റിസൾട്ട് വന്ന് ഇത്രയും ദിവസമായിട്ട് ആ തെരഞ്ഞെടുപ്പിനെ നയിച്ച, മുന്നണിയെ നയിച്ച, 100+ എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ച വ്യക്തിയെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, അയാൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ മനുഷ്യൻ തോറ്റത് അത്രയും ഈ പാർട്ടിയിലാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കകത്താണ് ഈ മനുഷ്യൻ തോറ്റിരിക്കുന്നത്. എല്ലാ നിലയിലും തോൽവിയായിരിക്കുന്നത് ആ മനുഷ്യൻ. കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലല്ല. കോൺഗ്രസ്സുകാരാ, നിങ്ങൾ ഒരു കാര്യം ഓർത്തോ. നിങ്ങൾ എന്തൊക്കെ ഗ്രൂപ്പ് സമവാക്യങ്ങളും, നിങ്ങൾ എന്തൊക്കെ മാനദണ്ഡങ്ങളും, എന്തൊക്കെ സീനിയോറിറ്റിയും, ഇനി എത്ര MLA-മാരുടെ അണ്ണാക്കിൽ തള്ളുന്ന പിന്തുണയുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ കെട്ടിയിറക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സതീശനല്ലാത്ത പേര് അത് കേരളത്തിന്റെ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ല. നിങ്ങളുടെ ഗ്രൂപ്പ് നേതാക്കളും നിങ്ങളുടെ വിഴുപ്പി താങ്ങികളും നിങ്ങളെ പിന്തുണക്കുന്നവന്മാരും അതിന് ഓക്കെ പറയുമായിരിക്കാം. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്
അത് സ്വീകാര്യമല്ല. ജനം തെരുവിലിറങ്ങും. നിങ്ങൾ കണ്ടതാ, സതീശൻ പറഞ്ഞ ഒരൊറ്റ വാക്ക്, ആ വാക്കിന്റെ മുകളിലാ എല്ലാ പിന്തുണയും, എല്ലാ പ്രകടനങ്ങളും, എല്ലാ ആവശ്യങ്ങളും, ജനങ്ങളുടെ മുറവിളികളൊക്കെ ഒന്ന് സമാധാനമായിട്ടുള്ളത്. ആ മനുഷ്യന്റെ പേരല്ല നിങ്ങൾ ഉച്ചരിക്കാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ആ മനുഷ്യന്റെ പേരല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, സതീശൻ നയിച്ചുണ്ടാക്കിയ 102 എന്ന് പറയുന്ന മാർജിൻ ഉണ്ടല്ലോ, ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിനെതിരെ ആ നമ്പർ ഉണ്ടാക്കി തന്ന ആ ജനം തെരുവിലിറങ്ങും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോ. അത്രയേ ഉള്ളൂ. ആൻഡ് അങ്ങനെ സതീശനല്ല മറ്റൊരു പേരാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അടിവേര് മാന്തുന്ന പണിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അടിവേര് പിഴുതെടുക്കുന്ന പണിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. തീരും ഇതോടുകൂടി. പിന്നെ കൈ പിടിച്ചുയർത്താൻ സതീശനുണ്ടാകില്ല. പിന്നെ നീപ്പിൽ നിൽക്കാൻ, സഹായിക്കാൻ, പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ പോയ പാർട്ടിയെ കൈ പിടിച്ചുയർത്തിയത് സതീശനാ. ആ സതീശൻ പിന്നെ ഉണ്ടാവില്ല. തീരും നിങ്ങൾ അതോടുകൂടി. അതാണ് ഒരു ഭൂലോക തോൽവിയിലേക്ക് ഈ പാർട്ടിയും ഈ പ്രസ്ഥാനവും നടന്നു ചെല്ലും. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല പറയാൻ. മനസ്സിലായില്ലേ? അതാണ് ആ മനുഷ്യൻ. നിങ്ങൾ ഏത് രമേശ് ചെന്നിത്തല ഉണ്ടായോ, KC വേണുഗോപാൽ ഉണ്ടായോ, K മുരളീധരൻ ഉണ്ടായോ, K സുധാകരൻ ഉണ്ടായോ? സുധാകരൻ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞത്, പോളിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പൊന്നുമില്ല. സതീശൻ 100 എന്ന് പറഞ്ഞ് ആ 100-ന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുധാകരൻ പറഞ്ഞ വാക്കാ കണ്ണൂരിൽ നിന്ന്. അധികാരത്തിലെത്തുമെന്ന് ഉറപ്പൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ സതീശൻ 100-ന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ 100 എന്ന് പറയുന്ന വാക്കുച്ചരിക്കാൻ പോലും ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അത് സതീശൻ മാത്രമായിരുന്നു. എന്നിട്ട് ഇപ്പോ ആ സതീശൻ ഒരു വലിയ തിളക്കമാർന്ന വിജയം അയാൾ അധ്വാനിച്ചിട്ട് രാവും പകലും ഉറക്കവും ഊടും വെള്ളവുമില്ലാതെ പണിയെടുത്ത് അയാൾ ഉണ്ടാക്കിയ വിജയം, അയാളുടെ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരം, അയാളുടെ നിലപാടുകൾക്ക് കിട്ടിയ വോട്ട്, അയാളുടെ കാഴ്ചപ്പാടുകൾക്ക് കിട്ടിയ വോട്ട്. എന്നിട്ട് കപ്പ് വാങ്ങാൻ വേറൊരുത്തന്മാരോ? എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്. കേരളത്തില് ഇപ്പൊ നിങ്ങൾക്ക് എത്ര 18 MP-മാരാ? എത്ര MP-മാരാ ഉള്ളത്? 16. എത്ര MP-മാരാ ഉള്ളത് കോൺഗ്രസിന്? ഈ അത്രയും MP-മാര് എന്താക്ക് കേരളത്തില് നിങ്ങൾ 63-ൽ ജയിച്ചു കയറിയില്ലേ? ഈ 63-ല് ഒരു 16 മണ്ഡലത്തില് നിങ്ങൾ എന്താക്കുക, നിലവിൽ വിജയിച്ച് കയറിയവരെന്ന് രാജിവെക്കുക. എന്നിട്ട് 16 മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് എല്ലാവരും മത്സരിക്കട്ടെ. KC വേണുഗോപാൽ മാത്രമാക്കണ്ട. ഷാഫി പറമ്പിൽ മത്സരിക്കട്ടെ, MK രാഘവൻ മത്സരിക്കട്ടെ, K സുധാകരൻ മത്സരിക്കട്ടെ, VK ശ്രീകണ്ഠൻ മത്സരിക്കട്ടെ, അങ്ങനെ എല്ലാവരും മത്സരിക്കട്ടെ. എന്നിട്ട് മത്സരിച്ചിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഈ MP-മാര് വിജയിക്കുവോ തോക്കുവോ, ഇപ്പൊ കിട്ടിയ 16-ഉം പോകുവോ, അല്ലെങ്കിൽ അവിടെയൊക്കെ വിജയിപ്പിക്കാൻ, ഇതൊക്കെ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയും ഗവൺമെന്റും സർക്കാരും ഒക്കെ ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട VD സതീശനോടാണ്. ആ മനുഷ്യന് നയിച്ചുണ്ടാക്കിയതാ ഈ വിജയം എന്ന് പറയുന്നത്. ഞാൻ ബാക്കിയുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. ഇതിൻ്റെ കൃത്യമായ പ്ലാനുകളും പദ്ധതികളും ആ മനുഷ്യൻ്റെതാ. അപ്പോൾ ആ മനുഷ്യനോട് സ്നേഹം കൊണ്ട് ഒരു വാക്ക് പറയുക, സതീശൻ സാറേ, നിങ്ങളെ എഴുതി തള്ളാനാണ് ഈ നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളോടൊരു കാര്യം, നിങ്ങൾക്ക് പൊതുപ്രവർത്തനം നടത്താൻ, നിങ്ങൾക്ക് പറവൂരിലെ ജനങ്ങളെ സഹായിക്കാൻ ഒന്നിനും നിങ്ങൾക്ക് അധികാരത്തിൻ്റെ കസേര വേണ്ട, അധികാരം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ പറവൂരിൽ നിന്ന് രാജിവെക്കണം. മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തെ നയിക്കാൻ നിങ്ങളെയല്ല ഈ പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജനം തീരുമാനിച്ചിട്ട് ഒരു മനുഷ്യനെ ജനം കണ്ടിട്ട്, ഒരു മനുഷ്യനെ കണ്ട് ജനം വോട്ട് ചെയ്തിട്ട് ഈ മനുഷ്യനാണെന്ന്, ഈ മനുഷ്യനെ കണ്ടിട്ട് ആ വോട്ട് കിട്ടിയത് എന്ന് തിരിച്ചറിവുണ്ടായിട്ടും ആ മനുഷ്യനെ അങ്ങ് പ്രഖ്യാപിക്കാൻ, ആ മനുഷ്യനെ മുഖ്യമന്ത്രിയാക്കാൻ എന്തേ ഇത്ര കാലതാമസം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ഇത്രയും ദിവസം പിന്നടിക്കുകയാ. ഇനിയും ചർച്ച ചെയ്ത് തീരുന്നില്ല നിങ്ങളുടേത്. നിങ്ങൾ എന്ത് ചർച്ചയായി നടത്തുന്നത്? ഞാൻ ചോദിക്കുന്നത് KC വേണുഗോപാലിനോടാ, രമേശ് ചെന്നിത്തലയോടാ. രമേശ് ചെന്നിത്തല എന്നൊക്കെ പറയുന്ന മനുഷ്യന് ഊളപ്പമാനം ഉണ്ട് ആ ചങ്ങാതിക്കൊക്കെ.
2016 മുതൽ 21 വരെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നിട്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ചിട്ട് ഇപ്പോ മറ്റൊരുത്തം വന്നിട്ട് കൈപിടിച്ചുയർത്തിയപ്പോ എനിക്ക് മുഖ്യമന്ത്രിയാ ഇറങ്ങി പോയിക്കൂടോ ചെങ്ങാതി. എന്ത് ഒലക്ക കണ്ടിട്ടാ പിണറായി വിജയന് 2ാം തവണയും അധികാരം നൽകിയ വ്യക്തിയായി രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി ആവണം അത്ര മുഖ്യമന്ത്രി. ഇനി മറ്റൊരു ചങ്ങാതി KC വേണുഗോപാല് മത്സരിക്കുന്നില്ല, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്നൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീമ്പ് വളഞ്ഞിട്ട് ആ പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്? എന്നാ പിന്നെ സതീശനാണെന്ന് ഒരൊറ്റ പ്രഖ്യാപനം അങ്ങ് നടത്തിയാ പോരെ? ആ പറഞ്ഞ വാക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടല്ലോ. KC വേണുഗോപാല് ചാനലുകളിൽ കയറിയിരുന്ന് എല്ലാ ചാനലുകളിലും മാറി മാറി പറഞ്ഞ വാക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടല്ലോ. എന്നാ പിന്നെ ചങ്ങാതിക്ക് ഉളുപ്പുണ്ടെങ്കിൽ, ഈ പറഞ്ഞ വാക്കിന് ഇത്തിരി വിലയുണ്ടെങ്കിൽ ഞാനില്ല. ഒരു പത്രസമ്മേളനം എന്താ വിളിക്കാത്തത് ആ മനുഷ്യൻ? എന്തേ പത്രങ്ങളെ കാണാത്തത്? വേണ്ടടോ, മാധ്യമങ്ങളെ കാണണ്ട. ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്നുണ്ടല്ലോ. ഇന്നലെ തമിഴ്നാട്ടിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ മനുഷ്യൻ. ഒരു കുറിപ്പ്, ഒരു 2 വരി, ഞാനില്ല മുഖ്യമന്ത്രി മത്സരത്തിനും മുഖ്യമന്ത്രി കസേരയിലേക്കും ഞാനില്ല, ഞാൻ ഡൽഹിയിൽ തുടരും എന്നൊരു വാക്ക്. അത് പറയാൻ ഈ മനുഷ്യനെന്താ കഴിയാത്തത് അല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ പറയുന്ന ആളുകൾ KC വേണുഗോപാലാണെങ്കിലും ശരി, രമേശ് ചെന്നിത്തലയാണെങ്കിലും ശരി, ഈ 2 അവിടെ കടന്നിട്ട് വേണ്ട വിധത്തിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതല്ലേ അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട സതീശൻ സാറേ, നിങ്ങൾ പണിയെടുക്കേണ്ടിയിരുന്നത്, നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഈ പാർട്ടിയെ അങ്ങ് ഒലത്തിക്കളയുകയും ഈ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുകയും ഒന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചെയ്തതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പിന്നിൽ ഒരു 10 ആളെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണമായിരുന്നു. അത് നിങ്ങൾക്ക് സാധിക്കാതെ പോയത് താങ്കൾ ഒരു പരാജയമായതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട സതീശൻ സാറോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളെയല്ല പ്രഖ്യാപിക്കുന്നതെങ്കിൽ, നിങ്ങളെ ഈ പാർട്ടിക്ക് വേണ്ട എങ്കിൽ ഈ പരിപാടി നിങ്ങൾ അവിടെ നിർത്തണം. നിങ്ങൾ വേണ്ടെന്നേ, നിങ്ങളെ വേണ്ടാത്തവരെ നിങ്ങൾക്കും വേണ്ട. നിങ്ങളെ വേണ്ടെങ്കിൽ പാർട്ടിക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയെയും വേണ്ട. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം. നിങ്ങൾ മറ്റെവിടെയും പോകരുത്. നിങ്ങൾ BJPയിലേക്കോ CPMയിലേക്കോ മറ്റൊരു പരിപാടിയിലേക്കും പോകരുത്. നിങ്ങൾ അന്തസ്സായിട്ട് പൊതുപ്രവർത്തനം പറവൂരിൻ്റെ മണ്ണിൽ നടത്തിയിട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്നില്ലേ? ആ ഹൈക്കോടതിയിൽ അഭിഭാഷക ജോലിയും ചെയ്തിട്ട് ഇനി അതിനും പറ്റില്ലെങ്കിൽ നിങ്ങൾ പുസ്തകം എഴുതിയിട്ടോ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടോ എന്തെങ്കിലും നടത്തിയിട്ട് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്നുള്ള പരിപാടി, പാർട്ടിയുമായിട്ടുള്ള ബന്ധം അങ്ങോട്ട് അവസാനിപ്പിക്കണം. അതാ വേണ്ടത്. അല്ലാതെ ഇത്രയൊന്നും ആത്മാർത്ഥത ഉണ്ടാവാൻ പാടില്ലായിരുന്നു സാറേ. നിങ്ങൾ ആത്മാർത്ഥത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടിപ്പോയി. നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കണമായിരുന്നു. അതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങളുടെ പിന്നിൽ ഒരു 10-20 ആൾക്കാർ, നിങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള ഒരു 10-20 ആൾക്കാരെ നിങ്ങൾ സൃഷ്ടിക്കണമായിരുന്നു. അതിന് പകരം നിങ്ങൾ ഈ പാർട്ടിയോട് ആത്മാർത്ഥത കാണിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്.